ആർ.കെ. നാരായണൻ്റെ ആൻ ആസ്ട്രോളജിസ്റ്റ് ഡേ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് പോളിടെക്നിക് ഡിപ്ലോമ സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റിലുള്ളതാണ് ഈ ചാപ്റ്റർ. അവരുടെ എക്സാം പേർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഇതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടർ ഒരു ആസ്ട്രോളജറാണ്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആസ്ട്രോളജറുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, ആസ്ട്രോളജറുടെ പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് സ്റ്റോറി തുടങ്ങുന്നത്. ആസ്ട്രോളജർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കോറീഷ്യൽസ്, പാമറ റൈറ്റിങ്സ്, മിസ്റ്റിക് ചാർട്ട്, നോട്ട്ബുക്ക്, ഇതൊക്കെയാണ്. എല്ലാ ദിവസവും മിഡ് ഡേ, അതായത് കൃത്യമായിട്ട് തന്നെ ഉച്ച സമയത്ത് ആസ്ട്രോളജർ എത്തും ഈ പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട്. ആസ്ട്രോളജർ കണ്ടു കഴിഞ്ഞാലും ശരിക്കും സ്യൂട്ടബിൾ ആണ് ക്യാരക്ടറിന്. ആസ്ട്രോളജറുടെ പവർഫുൾ ആയിട്ടുള്ള ഐസ്, ഡാർക്ക് വിസ്കേഴ്സ്, പെയിന്റഡ് ഫോർഹെഡ്, അതായത് സീക്രഡ് ആഷും വോമിലിനും ഭസ്മവും കുങ്കുമവും ഒക്കെ ഫുള്ള് തേച്ച് നെറ്റി, ഇതൊക്കെ കൂടാതെ ഒരു സാഫ്രോൺ കളർ ടർബനും, ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ആസ്ട്രോളജറുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഈച്ചകൾ പൂക്കളുടെ അടുത്തോട്ട് ആകർഷിച്ച് ചെല്ലുന്നത് പോലെയാണ് ആളുകൾ ആസ്ട്രോളജറുടെ അടുത്തോട്ട് ചെല്ലുന്നതെന്നാണ്. ഒരു വലിയൊരു പുളിമരത്തിൻ്റെ താഴെയാണ് ആസ്ട്രോളജറുടെ ഈ ബിസിനസ് ചെയ്യുന്നത്. രാവിലെ മുതൽ രാത്രി വരെ ആളുകൾ വന്നും പോയിരിക്കുന്ന ക്രൗഡഡ് പ്ലേസിലാണ് ആസ്ട്രോളജർ ഇരിക്കുന്നത്. അവിടെ വേറെ ഒത്തിരി കച്ചവടക്കാരും ഉണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ഈ കപ്പലണ്ടി കച്ചവടക്കാരനാണ്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ആ കപ്പലണ്ടി വറുക്കുമ്പോൾ ഒരു ചെറിയ ഫ്ലെയിം ഉണ്ടല്ലോ, ആ ഫ്ലെയിമിൻ്റെ വെളിച്ചത്തിലാണ് ആസ്ട്രോളജർ ബിസിനസ് നടത്തുന്നത്. ആസ്ട്രോളജർക്ക് സ്വന്തമായിട്ട് ലൈറ്റൊന്നുമില്ല. കാരണം ആസ്ട്രോളജറുടെ വർക്കിന് അത്രയും ലൈറ്റ് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ആസ്ട്രോളജർ റിയൽ ആസ്ട്രോളജർ അല്ല. ആസ്ട്രോളജറിയെ പറ്റി കാര്യമായിട്ട് ഒന്നും അറിയാത്ത ഒരു ആസ്ട്രോളജറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് എന്തൊക്കെ അറിവുണ്ടോ അതിൽ കൂടുതൽ അറിവൊന്നും അദ്ദേഹത്തിന് ആസ്ട്രോളജറിയെ പറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആസ്ട്രോളജർ പ്രത്യേകിച്ച് ലൈറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആസ്ട്രോളജർക്ക് ഒരു കഴിവുണ്ട്. ദീർഘനാളത്തെ പ്രാക്ടീസ് കൊണ്ട് ആൾക്കാരുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പൈസ, ജോലി, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, അതൊക്കെ ആസ്ട്രോളജർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആളുകളുടെ ഫേസ് എക്സ്പ്രഷനിൽ നിന്നും ബിഹേവിയറിൽ നിന്നും ഒക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഗസ് വർക്ക് നടത്തും. ആസ്ട്രോളജറുടെ അടുത്ത് വരുന്നവരെ സന്തോഷിപ്പിച്ചു വിടാനായിട്ട് ആസ്ട്രോളജർക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ട് അദ്ദേഹം കൊണ്ടുപോകുന്ന പൈസ, വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന പൈസ അദ്ദേഹത്തിന് അർഹതപ്പെട്ട പൈസ തന്നെയാണ്. അതിനുള്ള വർക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നാണ് നരേറ്റർ പറഞ്ഞിട്ടുള്ളത്. ആസ്ട്രോളജർക്ക് ആസ്ട്രോളജിയെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇദ്ദേഹം പാരമ്പര്യമായിട്ട് ആസ്ട്രോളജിയിൽ അറിവുള്ള ആളൊന്നുമല്ല. ഒരു പാരമ്പര്യമായിട്ട് കൃഷിക്കാരായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതാണ്. പ്ലാൻ ചെയ്യാതൊന്നും പെട്ടെന്നൊരു ദിവസം പോകുന്നതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വില്ലേജിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകാന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആസ്ട്രോളജർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ആസ്ട്രോളജർക്ക് പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട്. ആസ്ട്രോളജർ ആളുകളോട് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതുപോലെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ആസ്ട്രോളജർ വന്ന ആൾ സംസാരിക്കാൻ അനുവദിക്കും. അദ്ദേഹം ഒന്നും സംസാരിക്കാതെ കേട്ടിരിക്കും. ആ ഒരു സമയം ധാരാളം മതി ആസ്ട്രോളജർക്ക് അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തയ്യാറാക്കാനും അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് റെഡിയാക്കാനും ഒക്കെ. അങ്ങനെ ഇരിക്കുകയാണ് ആസ്ട്രോളജറെ നല്ല വിശ്വാസമായിരുന്നു ആളുകൾക്ക്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആസ്ട്രോളജർ വൈകുന്നേരം ജോലിയൊക്കെ അവസാനിപ്പിച്ച് പോകാനിരിക്കുകയാണ്. അപ്പുറത്തുള്ള കപ്പലണ്ടി കച്ചവടക്കാരൻ ലൈറ്റ് ഓഫ് ചെയ്തപ്പം ആസ്ട്രോളജർ എഴുന്നേറ്റു. പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു സ്ട്രേഞ്ചർ അവിടെ നിൽക്കുന്നത് ആസ്ട്രോളജർ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം കരുതി ഇദ്ദേഹത്തെയും ഒരു കസ്റ്റമർ ആക്കി കഴിഞ്ഞാൽ ഒരു വരുമാനം കൂടെ കിട്ടുമല്ലോ. അപ്പോൾ ആദ്യമൊന്നും സ്ട്രേഞ്ച് മാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പക്ഷെ അദ്ദേഹം വീണ്ടും നിർബന്ധിച്ചപ്പോൾ സ്ട്രേഞ്ചർ എന്താ ചെയ്തത്, ആസ്ട്രോളജർ ചലഞ്ച് ചെയ്യാണ് ചെയ്തത്. നിങ്ങൾ ശരിക്കുള്ള ആസ്ട്രോളജർ ആണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയണം. ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ തന്ന പൈസ പലിശ സഹിതം തിരിച്ചു തരണം എന്നൊക്കെ. അപ്പോൾ ആസ്ട്രോളജർക്ക് അങ്ങനെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ദെൻ ഒരു കുറേ ബാർഗെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തി.
അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴാണ് ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളിയുടെ വെളിച്ചത്തിൽ ആസ്ട്രോളജർ അദ്ദേഹത്തിന് ഫേസ് കണ്ടപ്പോൾ തന്നെ ആസ്ട്രോളജർ പറഞ്ഞു, ഞാൻ ഈ ഡീലിൽ നിന്ന് പിന്മാറുവാണ്, ഞാനിങ്ങനെ ചലഞ്ചസ് ഒന്നും എടുക്കാറില്ലെന്ന്. പക്ഷേ സ്ട്രേഞ്ചർ സമ്മതിച്ചില്ല. ആസ്ട്രോളജർ കയ്യിൽ ബലമായിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ചലഞ്ച് എടുത്താൽ ചലഞ്ചായിരിക്കണം, ഇത് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. അപ്പോൾ ആസ്ട്രോളജർ സമ്മതിച്ചു. പക്ഷെ ₹1 കൊടുക്കാമെന്നുള്ളൊരു കണ്ടീഷനിൽ ആസ്ട്രോളജർ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളൊരാളെ സ്റ്റാബ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു കത്തി നിങ്ങളുടെ ശരീരത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, അത് കറക്റ്റായിരുന്നു. ഇനി എന്നിട്ട് കിണറിലെടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതും പറഞ്ഞത് കറക്റ്റായിരുന്നു. ആ കൊല്ലാൻ ശ്രമിച്ച ആള് എവിടെയുണ്ടെന്നാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടത്. അപ്പോൾ ആസ്ട്രോളജർ പറഞ്ഞു, അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, 4 മാസം മുമ്പ് ഒരു ലോറി കയറി മരിച്ചുപോയി എന്ന് പറഞ്ഞു. ആസ്ട്രോളജർ അദ്ദേഹത്തെ പേരെടുത്ത് വിളിച്ചു, ഗുരുനായക് എന്ന് വിളിച്ചു. ആ പേരും കറക്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആസ്ട്രോളജർ ഉപദേശിച്ചു, നിങ്ങളുടെ വീട് ഇവിടെ നിന്ന് 2 ദിവസം ട്രെയിനിൽ ട്രാവൽ ചെയ്ത് നോർത്തിലേക്ക് പോകണം, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അടുത്ത ട്രെയിനിൽ കയറി തിരിച്ചു പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമുണ്ടാവും, ഒരു കാലത്തും ഇനി ഒരിക്കലും സൗത്ത് സൈഡിലേക്ക് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞ് കുറച്ച് ഭസ്മൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഗുരുനായക് പറഞ്ഞു, എനിക്കിനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ തിരക്കി വന്ന ആൾ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഗുരുനായക് അപ്പം തന്നെ പൈസയൊക്കെ കൊടുത്തിട്ട് തിരിച്ചുപോയി. ആസ്ട്രോളജർ പൈസയുമായിട്ട് വീട്ടിലോട്ട് പോയി. പൈസ അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഏൽപ്പിച്ചു. അപ്പോൾ വൈഫ് ചോദിച്ചു, എന്താണ് വിഷമിച്ചിരിക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ ആസ്ട്രോളജർ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറങ്ങിപ്പോയ ദിവസമാണ്. ഇത്രയും നാളും ഞാൻ കരുതിയിരുന്നത് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ടെന്നായിരുന്നു, പക്ഷേ ഇന്ന് മനസ്സിലായി ആൾ മരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ വൈഫ് ഇങ്ങനെ ഭയങ്കര ഷോക്കായിട്ട് ചോദിക്കുകയാണ്, ആസ്ട്രോളജർ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ സംഭവിച്ചു പോയതാണ്, അറിവില്ലാത്ത സമയത്ത് മദ്യപിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു വഴക്കിൽ സംഭവിച്ചതാണ്. ആസ്ട്രോളജർക്ക് അതിൻ്റെ കുറ്റബോധം ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ആ കുറ്റബോധം മാറിപ്പോയ ദിവസമാണ്. അദ്ദേഹം പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാതെ അദ്ദേഹം ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ശരിക്കും ഇതെന്ന് നമുക്ക് മനസ്സിലായത്, അല്ലെ, ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം അന്വേഷിച്ചു വന്ന ആള് ഈ ആസ്ട്രോളജർ തന്നെയാണ്. ആസ്ട്രോളജർ ഇയാൾ കൊല്ലാൻ ശ്രമിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് ഓടിപ്പോകുന്നത്. പക്ഷെ ആസ്ട്രോളജറിന്റെ ഈ വേഷത്തിൽ ആ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് കണ്ടിട്ട് അദ്ദേഹത്തിന് ആസ്ട്രോളജർ മനസ്സിലായില്ല. പക്ഷേ ഗുരുനായകിനെ തിരികെ മാസ്റ്റിക്കിന്റെ വെളിച്ചത്തിൽ കണ്ടപ്പോഴും ആസ്ട്രോളജർക്ക് മനസ്സിലായി. പക്ഷെ ആസ്ട്രോളജർ ആ സീക്രട്ട് ഗുരുനായകനോട് വെളിപ്പെടുത്തിയില്ല, സേഫായിട്ടിരുന്നു. അപ്പോൾ പക്ഷെ ആസ്ട്രോളജർക്ക് ഇപ്പോൾ കുറ്റബോധമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്നുള്ള ഒരു സ്റ്റോറിയുടെ ഒരു ഷോർട്ട് സമ്മറി.